ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു ക്ലേ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഞാനിതിന് ബേസായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്ലേ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ട് കുറച്ച് ഇലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇലകളുടെ കൂടെ തന്നെ തണ്ടും നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമുക്ക് വേണ്ടത് പിങ്ക് കളർ പൂവാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 4 ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. 4 കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചതിന് ശേഷം നടുവിലായിട്ട് പിങ്ക് കളർ ക്ലേ ഒന്ന് ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി പൂവായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 പൂവും പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു മൊട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈഡിൽ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ കളർ ക്ലേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരേപോലെയുള്ള അളവിനുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിക്കൽ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. ഒട്ടിക്കലിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇലകൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, പരന്ന ഇലകളായാലും കുഴപ്പമൊന്നുമില്ല. പൂവാണെങ്കിലും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ മൊത്തം ചുറ്റിലും നമ്മൾ ബ്ലൂ കളർ ബോൾസ് നേരത്തെ ഉണ്ടാക്കിയത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലേ ആർട്ടാണിത്. അപ്പോൾ കൂട്ടുകാരൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ക്രാഫ്റ്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർക്ക് ട്രാൻസ്പാരൻ്റ് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിലായിട്ട് കളർ പേപ്പേഴ്സ് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇതിനെ പ്ലെയിൻ ആയിട്ടാണ് വിടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.